പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പാർട്ട് 2 സെക്ഷനാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത്. ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. എ ക്രോസ് ബി എന്നുള്ളത് എങ്ങനെ കാണാമെന്നുള്ളോ, അതുപോലെ ഓർഡേർഡ് പെയർസ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് റിലേഷൻസ് എന്ന ഭാഗമാണ്. റിലേഷൻസ്, ഒരു റിലേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. കൺസിഡർ 2 സെറ്റ്സ്. P is equal to set A, B, C. And Q is equal to set Ali, Banu, Binoy, Chandra, Divya. For P, number of elements in P 3, number of elements in Q 5. For P cross Q എടുത്താൽ P cross Q എലമെന്റ്സ് ഏതൊക്കെ വരിക? A Ali, A Banu, A Binoy, A Chandra, A Divya. B Ali, B Banu, B Binoy, B Chandra, B Divya. C Ali, C Banu, C Binoy, C Chandra, C Divya. ഇങ്ങനെ 15 എലമെന്റ്സ് ഏതിൽ വരും? P ക്രോസ് Q വരും. P ക്രോസ് Q ഈക്വൽ ടു സെറ്റ് A Ali, B Banu, B Binoy, etc. C Divya. മൊത്തം there are 15 elements in P cross Q. Now consider the set R equal to set of all ordered pair xy such that x is the first letter of the name y. Here P is equal to set A, B, C and Q is equal to set Ali, Banu, Binoy, Chandra, Divya. Q എന്ന സെറ്റിൽ 5 പേരുകളാണുള്ളത്. അലി, ബാനു, ബിനോയ്, ചന്ദ്ര, ദിവ്യ. ഇതില്ലേ? അതുപോലെ എ എന്ന സെറ്റിൽ എ, ബി, സി. ഇവിടെ നമ്മൾ ആർ ഈസ് ഈക്വൽ ടു റിലേഷൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ആൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി നെയിം വൈ. ഇപ്പോൾ ഈ ക്യൂ എന്ന സെറ്റിലെ 5 പേരുകളുണ്ട്. ഇതിലെ ഫസ്റ്റ് ലെറ്റർ ഏതിൽ വരണം? എക്സ് പി എന്നുള്ള സെറ്റിൽ വരണം. എ, ബി, സി. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം നമുക്ക് ആർ എന്ന റിലേഷനിൽ വരും? എ അലി. അലി എന്ന പേരിലെ ഫസ്റ്റ് ലെറ്റർ എ ആണ്. ഇവിടെ എ വരുന്നുണ്ട്. എ അലി വരാം. പിന്നെ എ ബാനു വരില്ല. കാരണം എന്താ? എ എന്ന ഫസ്റ്റ് ലെറ്റർ വരുന്നത് അലി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എ അലി വരാം. ബി ബാനു വരാം. ബി ബിനോയ് വരാം. 2 വരുന്നുണ്ട്. അതുപോലെ സി ചന്ദ്ര. 3 എലമെൻറ്റ്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ആർ ഈസ് ഈക്വൽ ടു എ അലി, ബി ബാനു, ബി ബിനോയ്, സി ചന്ദ്ര. ഇത്രയും നമ്പേഴ്സാണ് ഇതിൽ വരുന്നത്. കാരണം അലിയുടെ ഫസ്റ്റ് ലെറ്റർ എ ആണ്. അപ്പൊ എ അലി വന്നു. ബാനുവില് ബി ഫസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ബി ബാനു വന്നു. ബിനോയിലും ബി വരുന്നുണ്ട്. സി ചന്ദ്ര. 3 എലമെന്റ്സ് ആണ് ഇതിൽ വരിക. ഉണ്ടല്ലേ? അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ റിലേഷൻ എഴുതുന്നത്. ഇത് എന്തായിരിക്കും? ദിസ് സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് പി ക്രോസ് ക്യൂ. പി ക്രോസ് ക്യൂവിന്റെ സബ്സെറ്റ് ആയിരിക്കും ഈ സെറ്റ് വരുന്നത്. ഉണ്ടല്ലേ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ആർ ഈസ് എ റിലേഷൻ ഫ്രം പി ടു ക്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ എഴുതിയ സെറ്റുകൾ തന്നെയാണ്. അപ്പൊ പി നമ്മൾ എ ബി സി ക്യൂ എഴുതി. ഇപ്പൊ ആറിൽ വരുന്ന എലമെന്റ്സ് ഇപ്പൊ പറഞ്ഞില്ലേ, 6 എലമെന്റ്സ് ആണ് വരിക. ഇവിടെ നമുക്ക് എന്ത് പറയാം? ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് പി ക്രോസ് ക്യൂ. പി ക്രോസ് ക്യൂവിന്റെ സബ്സെറ്റ് ആണ് ആർ. അതുപോലെ തന്നെ ആർ ഈസ് എ റിലേഷൻ ഫ്രം പി ടു ക്യൂ. അപ്പൊ ആർ ഈസ് എ റിലേഷൻ ഫ്രം പി ടു ക്യൂ. ഇപ്പൊ ഇഫ് ആർ ഈസ് എ റിലേഷൻ ഫ്രം പി ടു ക്യൂ, ദി ഫസ്റ്റ് എലമെന്റ്സ് ഇല്ലേ, ഈ റിലേഷനിലെ ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റിനെ ഡൊമൈൻ എന്ന് പറയും. ഇപ്പൊ എ ബി സി എന്നുള്ളതാണ് ഡൊമൈൻ വരിക. ഈ സെക്കൻഡ് എലമെന്റ്സ് വരുന്നില്ലേ, ഈ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സിനെ ഡൊമൈൻ എന്ന് പറയും. അതുപോലെ സെറ്റ് ഓഫ് സെക്കൻഡ് എലമെന്റ്സ്, അതായത് അലി, ബാനു, ബിനോയ്, ചന്ദ്ര എന്ന് വരില്ലേ, ഇമേജ് ആയി വരുന്ന എലമെന്റ്സ്, അതിനെ പറയുന്ന പേരാണ് റേഞ്ച് എന്ന് പറയും. സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സിന്റെ ഡൊമൈൻ എന്ന് പറയും.
ഈ റിലേഷനിലെ സെക്കൻഡ് എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേര് റേഞ്ച് എന്ന് പറയും. ഈ ക്യൂ എന്നുള്ള സെക്കൻഡ് സെറ്റ് ഇല്ലേ, P2Q ആണല്ലോ, അപ്പൊ ഈ ക്യൂ എന്നുള്ള സെറ്റിനെ കോ ഡൊമൈൻ എന്നാണ് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് എ അലി, എയുടെ ഇമേജ് വരുന്ന അലി അല്ലേ, അപ്പോ ദിസ് എലമെന്റ് അലി ഇസ് കാൾഡ് ഇമേജ് ഓഫ് എ. എയുടെ ഇമേജ് ആണ് അലി, അലിയുടെ പ്രീ ഇമേജ് ആണ് എ. അപ്പോ അലി ഈസ് ദി ഇമേജ് ഓഫ് എ ആൻഡ് എ ഈസ് ദി പ്രീ ഇമേജ് ഓഫ് അലി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോ ആറ് റിലേഷൻ ആണെങ്കിൽ എ ബി ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റിനെ ഡൊമൈൻ എന്ന് പറയും. അതുപോലെ സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റ് ഇല്ലേ, അതിനെ റേഞ്ച് എന്നും പറയും. ഈ സെക്കൻഡ് സെറ്റിന് മൊത്തത്തിൽ പറഞ്ഞ പേരാണ് കോഡൊമൈൻ എന്ന്. An arrow diagram is a visual representation of a relation. ഒരു റിലേഷൻ നമുക്ക് ഈ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യില്ലേ, ആരോ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ആരോ ഡയഗ്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിലേഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. A relation R from a non-empty set A to a non-empty set B is a subset of A cross B. അപ്പൊ A cross B യുടെ സബ്സെറ്റുകളാണ് റിലേഷൻ. A relation R from A to B is a subset of A cross B. A cross B യുടെ സബ്സെറ്റുകളെ റിലേഷൻ എന്ന് പറയും. അപ്പൊ ഈ റിലേഷൻ നമ്മൾ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ അറിയോ, ഈ രണ്ട് എലമെന്റ്സ് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും നമ്മൾ റിലേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. ആ രീതിയിലാണ് റിലേഷൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. ദി സബ്സെറ്റ് ഈസ് ഡിറൈവ്ഡ് by describing a relationship between the first element and second element of the ordered pairs in A cross B. A cross B യിലെ ordered pairs ലെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും, ഓർഡേഡ് പെയർ രണ്ട് എലമെന്റ് ഫസ്റ്റും സെക്കൻഡും ഉണ്ടാവില്ലേ, അവ തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. ആ രീതിയിലാണ് ഒരു ഈ റിലേഷനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് A cross B. ദിസ് സബ്സെറ്റ് ഈസ് ഡിറൈവ്ഡ് by describing a relationship between the first element and the second element of ordered pairs in A cross B. ഈ രീതിയിലാണ് നമ്മൾ റിലേഷനെ ഡിറൈവ് ചെയ്യുന്നത്. ദി സെക്കൻഡ് എലമെന്റ് ഈസ് കാൾഡ് ദി ഇമേജ് ഓഫ് ദി ഫസ്റ്റ് എലമെന്റ്. അതിലെ സെക്കൻഡ് എലമെന്റിന് എന്ത് പറയും, ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് എന്നും പറയും. ദി സെറ്റ് ഓഫ് ആൾ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദി ഓർഡേർഡ് പെയർസ് ഇൻ എ റിലേഷൻ ആർ ഫ്രം എ ടു ബി ഈസ് കാൾഡ് ദി ഡൊമൈൻ ഓഫ് ദി റിലേഷൻ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദി റിലേഷൻ. ആ റിലേഷനിലെ ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റ് എടുത്ത് അതിനെ ഡൊമൈൻ എന്നും പറയും. അതുപോലെ ദി സെറ്റ് ഓഫ് ആൾ സെക്കൻഡ് എലമെന്റ്സ് ഇൻ എ റിലേഷൻ ആർ ഫ്രം എ ടു ബി. ആ സെക്കൻഡ് എലമെന്റ്സ് എടുത്താലോ ഈസ് കാൾഡ് ദി റേഞ്ച് ഓഫ് ദി റിലേഷൻ. ദി സെറ്റ് ഓഫ് ആൾ സെക്കൻഡ് എലമെന്റ്സ് ഇൻ എ റിലേഷൻ ആർ ഫ്രം എ ടു ബി ഈസ് കാൾഡ് ദി റേഞ്ച് ഓഫ് ദി റിലേഷൻ. The set B is called the co-domain of the relation. R A to B ആണെങ്കിൽ ഈ B എന്നുള്ള സെറ്റിന് എന്ത് പറയും, the set B is called the co-domain of the relation. അപ്പൊ പ്രധാനപ്പെട്ട 3 ഡെഫിനിഷൻസ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം നമുക്ക് ഇതേ ഡെഫിനിഷൻസ് തന്നെ നമുക്ക് ഫംഗ്ഷൻസിലും വരുന്നുണ്ട്. അടുത്ത സെക്ഷൻ ഫംഗ്ഷൻസ് ആണ്, അതിലും ഇതേ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡൊമൈൻ ദി സെറ്റ് ഓഫ് ആൾ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദി ഓർഡേർഡ് പെയർസ് ഇൻ എ റിലേഷൻ. ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റിനെ ഡൊമൈൻ എന്ന് പറയും. സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റ് എടുത്താലോ റേഞ്ച് എന്നും പറയും. സെറ്റ് ബി ഈസ് കാൾഡ് ദി കോ ഡൊമൈൻ ഓഫ് ദി റിലേഷൻ. 3 ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോ ഡൊമൈൻ. റേഞ്ച് എപ്പോഴും എന്തായിരിക്കും, കോ ഡൊമൈന്റെ സബ്സെറ്റ് ആയിരിക്കും. കാരണം ബി എന്നുള്ള സെറ്റിലാണ് റേഞ്ച് വരുന്നത്. അപ്പൊ റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോ ഡൊമൈൻ. ഇനി എ റിലേഷൻ ഫ്രം എ ടു എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും റിലേഷൻ ഫ്രം എ ടു എ. എ ടു ബി ആണെങ്കിൽ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എടുത്തില്ലേ. ഇപ്പൊ എ ടു എ ആകുമ്പോഴോ, എ ടു എ ആകുമ്പോൾ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ എന്ന് പറയും. അപ്പൊ എ റിലേഷൻ ഫ്രം എ ടു എ ഈസ് ആൾസോ കാൾഡ് എ റിലേഷൻ ഓൺ എ എന്നും പറയും. എ റിലേഷൻ ഫ്രം എ ടു എ ഈസ് ആൾസോ കാൾഡ് എ റിലേഷൻ ഓൺ എ. അപ്പോ എ റിലേഷൻ ഫ്രം എ ടു എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. എ ക്രോസ് എയുടെ സബ്സെറ്റുകളാണ് റിലേഷൻ ഫ്രം എ ടു എ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. A is equal to set 1 2 3 4 5 6. Define a relation R from A to A by R is equal to set of all ordered pair xy such that y equal to x plus 1. Y equal to x plus 1 എന്നാണ് തന്നത്. A relation R from A to A by ഇപ്പോൾ A to A അല്ലേ, A 1 2 3 4 5 6 അല്ല, അവിടെ 1 2 3 4 5 6 എഴുതി. ഇപ്പോൾ ഇവിടെ അതേ സെറ്റ് എഴുതി 1 2 3 4 5 6 എഴുതി. ഇപ്പോൾ
ഈ എക്സും വൈ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലേ. ഒരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, എക്സും വൈ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കൊടുക്കുക. സെറ്റ് ഓഫ് ആൾ ഓർഡേഡ് ബൈ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ വൈ എന്തായിരിക്കണം, എക്സിനേക്കാൾ ഒന്ന് കൂടുതൽ വരണം. വൈ ഈക്വൽ എക്സ് പ്ലസ് 1. അപ്പോൾ വൈ എക്സ് 1 ആകുമ്പോൾ എന്ത് വരും, എക്സ് 1 ആകുമ്പോൾ വൈ ഇവിടെ വരുന്നത് എന്താ 1 + 1 2 എന്ന് വരില്ലേ. അപ്പോൾ ഇവിടെ 1ന്റെ ഇമേജ് 2 എന്ന് വരും, 2ന്റെ ഇമേജോ 2 + 1 3 എന്ന് വരും, 3യുടെ ഇമേജ് 4, 4ന്റെ ഇമേജ് 5, 5ന്റെ ഇമേജ് 6, 6ന്റെ ഇമേജ് ഉണ്ടാവുമോ, 6ന്റെ ഇമേജ് 6ന് 7 വരുന്നുണ്ട്. പക്ഷെ 7 ഈ സെറ്റിൽ ഉണ്ടോ, എ ടു എ അല്ലേ, എ ടു എ എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് ഇവിടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, 3 എലമെന്റ്സ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡെപിക്ട് ദിസ് റിലേഷൻ യൂസിങ് ആൻ ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഈ റിലേഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് നമ്മൾ എ എന്നുള്ള സെറ്റ് ആദ്യം ഇവിടെ വരക്കുന്നു. എ എന്നുള്ള സെറ്റിൽ 1 2 3 4 5 6 കൊടുക്കുന്നു. വീണ്ടും എ ടു എ ആണ്, എ ടു എ ആയതുകൊണ്ട് ഇവിടെ എ തന്നെ വരക്കുന്നു. എന്നിട്ട് ഈ കണ്ടീഷനുള്ള എലമെന്റ്സ് നോക്കും, വൈ ഈക്വൽ എക്സ് പ്ലസ് 1 എന്നുള്ള കണ്ടീഷൻ. ഇപ്പോൾ 1ന് 2 എന്ന് വരും, 2ന് 3 വരും, 3യുടെ ഇമേജ് 4, 4 to 5, 5 to 6 എന്ന് വരും. ഇതാണ് ആരോ ഡയഗ്രാം. റൈറ്റ് ഡൗൺ ദി ഡൊമൈൻ, കോ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ആർ. ഇതിന്റെ ഡൊമൈൻ എഴുതണം, കോ ഡൊമൈൻ എഴുതണം, റേഞ്ച്. ഇപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് എലമെന്റ്സ് ആയി വരുന്നത് ഏതൊക്കെ നോക്കൂ, 1 2 3 4 5 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഡൊമൈനിൽ 1 2 3 4 5 ആയില്ല. കോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് മൊത്തം വരും, 1 2 3 4 5 6. റേഞ്ചോ, റേഞ്ച് ഇമേജ് ആയി വരുന്ന എലമെന്റ്സ് മാത്രം. അപ്പോൾ 2 3 4 5 6 ആണ് റേഞ്ചിൽ വരിക. ഇപ്പൊ എ ടു എ എന്നുള്ള സെറ്റാണ് ഇത് ഇവിടെ എഴുതിയത്. ഇപ്പൊ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 2 3 3 4 4 5 5 6 എന്ന് വരും. ഈ എലമെന്റ്സ് നമ്മളിവിടെ ഈ രൂപത്തിൽ എഴുതുന്നതിന് എന്താ പറയാ, ഇതാണ് നമ്മുടെ റോസ്റ്റർ ഫോം ആണ്. ഈ രൂപത്തിൽ എഴുതിയ റോസ്റ്റർ ഫോം, ഈ രൂപത്തിൽ എഴുതുന്നതിന് സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇത് സെറ്റ് ബിൽഡർ ഫോം ആണ്, ഇത് റോസ്റ്റർ ഫോം ആണ്, ഇത് ആരോ ഡയഗ്രാം. ഇപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 എന്ന് വരും. റേഞ്ച് 2 3 4 5 6 2 3 4 5 6. കോഡൊമൈൻ സെറ്റ് 1 2 3 4 5 6 എന്നും വരും. A relation R from A to A is also stated as a relation on A. A relation R from A to A. A to A എന്നുള്ള റിലേഷൻ നമ്മൾ റിലേഷൻ ഓൺ എ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഇത് നമുക്ക് കൃത്യമായിട്ട് വരുന്നതാണ്. റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ റിലേഷൻ ഫ്രം എ ടു എ. എ റിലേഷൻ ഫ്രം എ ടു എ ഈസ് ആൾസോ സ്റ്റേറ്റഡ് ആസ് എ റിലേഷൻ ഓൺ എ. എ റിലേഷൻ ഓൺ സെറ്റ് എ എന്ന് എഴുതിയാൽ എ ക്രോസ് എ ടു എ എന്നാണ് മനസ്സിലാക്കുക. Another example, the figure 2.6 shows a relation between the sets P and Q. The P, Q, രണ്ട് സെറ്റ് ഒന്നില്ലേ. Write this relation in set builder form, 2 in roster form. What is its domain and range? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ടാണ് അതിന്റെ ആൻസർ അങ്ങനെ ചെയ്യേണ്ടതുള്ളത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫിഗർ ആണ് തന്നത്, ഒരു ആരോ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പി എന്നുള്ള സെറ്റിൽ ഏതൊക്കെ എലമെന്റ് നോക്കൂ, 2 4 9 4 25 ആണ്. ക്യൂലോ 5 3 2 1 -2 -3 -5 എന്ന് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 9ൽ നിന്ന് 3ലേക്ക് ഇമേജ് ഉണ്ട്, 9 to -3 വരുന്നുണ്ട്. 4ന്ന് 2ലേക്കും വരുന്നുണ്ട്, -2ലേക്ക് വരുന്നുണ്ട്. 25 5ലേക്ക് വരുന്നുണ്ട്, 25 -5. എന്താ റിലേഷൻ വരുന്നത്? ഈ ഒരു റിലേഷനിലെ എലമെന്റ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക എങ്ങനെ, ഈ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞുകൊണ്ടാണ്. നോക്കൂ എങ്ങനെ വരും നോക്കൂ. 9 ഈസ് ദി -3യുടെ സ്ക്വയർ 9 ആണ്, -3യുടെ സ്ക്വയർ 9 ആണ് അല്ലെ. 5ന്റെ സ്ക്വയർ 25 ആണ്, -5ന്റെ സ്ക്വയറും 25 ആണ്. -2ന്റെ സ്ക്വയർ 4 ആണ്, 2ന്റെ സ്ക്വയറും 4 ആണ്. അപ്പൊ എങ്ങനെ വരും, സെറ്റ് ബിൽഡർ ഫോം എഴുതിയാല് സെറ്റ് ഓഫ് ആൾ ordered pair xy such that x square equal to y എന്ന് വരും അല്ലേ. സോറി, y square equal to x. y യുടെ സ്ക്വയർ ഇപ്പോ 3യുടെ സ്ക്വയർ 9 അല്ലേ, -3യുടെ സ്ക്വയർ 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, y square equal to x. ആ രീതിയിലാണ് വരിക. x is the square of y. x എന്ന് പറഞ്ഞാൽ എന്താണ്, വൈയുടെ സ്ക്വയർ. സ്ക്വയർ ഓഫ് വൈ ആണ് വൈ സ്ക്വയർ. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് വരും. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ഓർ എക്സ് ഈസ് ദി സ്ക്വയർ ഓഫ് വൈ. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആർ ഓർഡർഡ് ബൈ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ദി സ്ക്വയർ ഓഫ് വൈ ഓർ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ, എക്സ് എലമെന്റ് ഓഫ് പി, വൈ എലമെന്റ് ഓഫ് ക്യൂ. ഇനി റോസ്റ്റർ ഫോം എഴുതുകയാണെങ്കിലോ,
റോസ്റ്റർ ഫോം എഴുതുമ്പോൾ ഇതിൽ എലമെന്റ്സ് നോക്കൂ. 9 3 വരും, 9 -3 എന്നും വരും. 4 2 വരും, 4 -2 എന്നും വരും. 25 5 25 -5. ഇതാണ് റോസ്റ്റർ ഫോം. ഡൊമൈൻ എന്ന് പറഞ്ഞാലോ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ്സ് 9 4 25 എന്ന് വരും ഡൊമൈനിൽ. 9 4 20. അതുപോലെ റേഞ്ച് വരുന്നതൊക്കെ നോക്കൂ. റേഞ്ചിൽ ഇവിടെ ഇമേജ് ആയി വരുന്ന എലമെന്റ്സ് മാത്രം 3 വരും, -3 വരും, 2 വരും, -2 വരും, പിന്നെ 5 -5. 3 എലമെന്റ്സ് ആ റേഞ്ച് വരിക. സെറ്റ് ക്യൂ ഈസ് ദി കോഡൊമൈൻ. ഈ സെറ്റ് മൊത്തം ക്യൂ എന്നുള്ള സെറ്റ് മൊത്തമാണ് ഇത് വരിക കോഡൊമൈൻ ഓഫ് ദിസ് റിലേഷൻ. അപ്പൊ നമുക്ക് ഒരു റിലേഷൻ ആരോ ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാം, റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം, ഡൊമൈൻ കാണാം, റേഞ്ച് കാണാം, കോഡൊമൈൻ കാണാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇനി ദി ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് ദി നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി. ഇപ്പൊ എ ക്രോസ് ബിയുടെ ഓരോ സബ്സെറ്റും ഓരോ റിലേഷൻ ആണ്. അപ്പൊ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ട് നോക്കുക. അപ്പൊ അത്രയും റിലേഷൻസ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ റിലേഷൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ് ഉണ്ട് നോക്കുക. അത്രയും റിലേഷൻസ് ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. നമുക്കറിയാം ഇഫ് n of a equal to p, n of b equal to q, then n of a cross b സമം pq എന്നാണ്. ഇപ്പോ n of a p, n of b q ആണെങ്കിൽ n of a cross b സമം p into q എന്ന് വരും. അപ്പൊ a ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം നമ്മൾ പവർ സെറ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2m എന്നാണ് അല്ലെ. അപ്പോ a എന്നുള്ള സെറ്റിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് അല്ല പവർ സെറ്റ് ആണ്, 2m എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ എ ക്രോസ് ബിയിൽ പി ക്യു എലമെന്റ്സ് ഉണ്ട്. അപ്പോ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം 2pq എന്നായിരിക്കും വരിക. ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു 2pq എന്ന് വരും. ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു 2pq. പി ക്യൂൽ എത്ര എലമെന്റ്സ് ഉണ്ട് അതിന് പവർ ഒക്കെ എടുത്താൽ മതി. അപ്പൊ 2pq എന്ന് വരും. സോ ദി നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എത്രയായിരിക്കും, അതും 2pq ആയിരിക്കും. അപ്പോൾ ഓരോ സബ്സെറ്റ് ഓരോ റിലേഷൻ ആയിരിക്കും. അപ്പോൾ 2pq സബ്സെറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി ഇസ് ആൾസോ 2pq എന്ന് വരും. ദി ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഇസ് ഈക്വൽ ടു 2pq. ഇപ്പോൾ എ എന്നുള്ള സെറ്റിൽ പി എലമെന്റും ബി എന്നുള്ള സെറ്റിൽ ക്യൂ എലമെന്റ്സും ഉണ്ടെങ്കിൽ എ ക്രോസ് ബി എന്ന സെറ്റിൽ പി ഇൻറ്റു ക്യൂ എലമെന്റ്സ് ഉണ്ടാവും. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം 2pq ആയിരിക്കും. അപ്പൊ എ ക്രോസ് ബിയുടെ ഓരോ സബ്സെറ്റും ഓരോ റിലേഷൻ ആയിരിക്കും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഇസ് ഈക്വൽ ടു 2pq എന്ന് വരും. ഇനി ഒരു കണക്ക് നോക്കൂ. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3 4. ഫൈൻഡ് ദി നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. എ എന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം കാണും. അപ്പൊ ആദ്യം ഇവിടെ നമുക്ക് എയിൽ 2 എലമെന്റ് ആണുള്ളത്, ബിയില് 2 എലമെന്റ്. അപ്പൊ എ ക്രോസ് ബി ആദ്യം കാണാം. എ ക്രോസ് ബിയിലെ എലമെന്റ്സ് ഏതൊക്കെ വരിക, 1 3 1 4 2 3 2 4, 4 എലമെന്റ്സ് ഉണ്ടാവും. എ ക്രോസ് ബി സിക്കൽ 1 3 1 4 2 3 2 4, 4 എലമെന്റ്സ് ആണ് വരുന്നത് അല്ലെ. എൻ ഓഫ് എ ക്രോസ് ബി സമം 4. അപ്പൊ ഈ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും, 2 എന്ന് വരും അല്ലെ. സോ ദി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ഈസ് 2 സോ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി എന്തിനേക്ക് 2 എന്ന് വരും അല്ലെ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞില്ലേ. സോ ദി നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി സിക്കൽ 2 എന്ന് പറഞ്ഞാൽ 16 ആണ്. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി സിക്കൽ 16. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട് നോക്കി. ഇവിടെ തന്നെ കിട്ടും. എ ക്രോസ് ബി കാണാതെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അല്ലെ. എയിൽ 2 ഉണ്ട്, ബിയിൽ 2. എൻ ഓഫ് എ ക്രോസ് ബി പറഞ്ഞാൽ 4 എന്ന് കിട്ടി. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ഈസ് 2 ഇത്രയാണ് റിലേഷൻസ് ഉണ്ട്. നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി സിക്കൽ 2 16. എക്സസൈസ് 2.2 വരുന്ന 2.1 കണക്കുകൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. ഇനി 2.2 വരുന്ന കുറച്ച് കണക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര 14. എയില് 1 മുതൽ 14 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എ. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എ ബൈ ആർ ഈസ് ഈക്വൽ ടു set of all ordered pair xy such that 3x minus y equal to 0. 3x minus y 0 where x comma y element of a. ഇപ്പോൾ r from a to a ആണ് അല്ലെ. a to a ആണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ നോക്കൂ,
റിലേഷൻ എന്താ 3x - y = 0. അപ്പൊ 3x എന്തായി 3x = y എന്ന് വന്നു. 3x = y എന്നാണ് വരുന്നത്. അപ്പൊ y-യുടെ വാല്യൂ 3x. ഇപ്പൊ x 1 ആണെങ്കിൽ y എന്ത് വരും? y 3x അല്ലേ? x 1 ആണെങ്കിൽ y 3 എന്ന് വരും അല്ലേ? x 2 ആണെങ്കിലോ 3x 2 × 3 6 എന്ന് വരും. 3 ആകുമ്പോഴോ 3 ആകുമ്പോൾ 9 വരും. 4 ആകുമ്പോൾ 12. x 5 ആകുമ്പോഴോ x 5 ആകുമ്പോൾ 5 × 3 എന്ന് വരിക 15 ആണ് വരിക. പക്ഷെ 15 സെറ്റിൽ ഉണ്ടാവും. 14 വരെയല്ലേ ഉള്ളൂ. a to a എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ രണ്ടാമത്തെ സെറ്റിൽ 14 വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് a to a ആകുമ്പോൾ 5 പറ്റില്ല. കാരണം 5 15 എന്നാ വരിക. അപ്പൊ എലമെന്റ് പറ്റില്ല. നമുക്ക് ഇവിടെ പറ്റുന്നത് 1 3 2 6 3 9 4 12 വരും. അത്രയാണ് എലമെന്റ്സ് അതിൽ വരിക അല്ലേ? ഇപ്പൊ 3x - y = 0 ഇംപ്ലൈസ് 3x = y. ഇപ്പൊ 3x y വരുന്ന എലമെന്റ്സ് ആണ് വരും. അപ്പൊ y-യുടെ സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റ് 3 ടൈംസ് വരണം. അപ്പൊ നമുക്ക് 1 3 വരും, 2 6 വരും, 3 9 4 12 ഇത്ര എലമെന്റ്സ് വരുള്ളൂ. കാരണം 5 15 ഈ സെറ്റിൽ 15 സെറ്റിൽ ഇല്ലാത്തതുകൊണ്ട് ആ എലമെന്റ് നമ്മൾ എടുക്കില്ല. അപ്പോൾ എ എന്ന സെറ്റിൽ വരുന്നത് r is equal കേട്ടോ. r is equal സെറ്റ് 1 3 2 6 3 9 4 12. ഡൊമൈൻ 1 2 3 4 വരും. റേഞ്ചോ 3 6 9 12. റേഞ്ച് 3 6 9 12. കോഡൊമൈൻ എന്ന് പറഞ്ഞാലോ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എ എന്നുള്ള സെറ്റ് തന്നെയാണ് വരും. കോഡൊമൈൻ is equal to a. Example number 2. Define a relation R on the set n. On the set n to n നടത്തട്ടോ. Define relation R on the set n to n of natural numbers by R is equal to set of all ordered by xy such that y equal to x plus 5. y equal to x plus 5 ആണ്. x element of n, x less than 4 and y element of n. x ന്റെ വാല്യൂ എന്താ? ലെസ് ദാൻ 4 വരണം. x ആണ് ഒന്നാമത്തെ എലമെന്റ്. അത് 4നേക്കാൾ താഴെ വരും എന്ന് പറഞ്ഞാൽ 1 2 3 പറ്റുള്ളൂ. എക്സിന് 1 2 3 എടുക്കാം. 4 പറ്റുമോ? പറ്റില്ല. പിന്നെ y-യുടെ വാല്യൂ x plus 5 എന്നാണ്. അപ്പൊ സെക്കൻഡ് എലമെന്റ് എങ്ങനെ കിട്ടുക? x plus 5. അപ്പൊ x 1 ആകുമ്പോൾ എന്ത് വരും? x 1 ആണെങ്കിൽ y-യുടെ വാല്യൂ 6 എന്നാ വരിക അല്ലെ? 1 plus 5 6 അല്ലേ? 2 ആകുമ്പോ 7, 3 ആകുമ്പോഴോ 8. പിന്നെ 4 പറ്റില്ല കാരണം ലെസ് ദാൻ 4. എക്സ് ഫസ്റ്റ് എലമെന്റ് ലെസ് ദാൻ 4 തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എലമെന്റ്സ് വരിക. ഡെബിറ്റ് ദിസ് റിലേഷൻ യൂസിങ് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം ഉപയോഗിച്ച് എഴുതണം. റൈറ്റ് ഓൺ ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലേ 1 6 2 7 3 8 ആണ് ഈ സെറ്റിൽ വരുന്നത്. ഡൊമൈൻ 1 2 3 എന്നും വരും. റേഞ്ച് 6 7 8 എന്നാണ് വരിക. ഡൊമൈൻ ആൻഡ് റേഞ്ച്. A is equal to set 1 2 3 5. B is equal to 4 6 9. Define a relation R from A to B by R is equal to set of all xy such that x minus y is odd. x minus y ഒറ്റ സംഖ്യ ആവണം. x minus y is odd. x element of A, y element of B. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എ നിന്നും സെക്കൻഡ് എലമെന്റ് ബിയിൽ നിന്ന് വരുന്നത്. അപ്പൊ A to B ആണ് ഇല്ലേ? അപ്പൊ ഇവിടെ കണ്ടീഷൻ എന്താ? x minus y ഓഡ് ആവണം എന്നുള്ള. അപ്പൊ 1 4 പറ്റുമോ? 1 4 എന്താ? 1 minus 4 മൈനസ് ഓഡ് അല്ലേ? ആണ്. 1 6 പറ്റുമോ? 1 6 1 minus 6 തന്നെയാണ്. -5 ഒറ്റ സംഖ്യയാണ്. 1 6 1 9 പറ്റുമോ? 1 9 എന്ന് പറഞ്ഞാൽ 1 മൈനസിലെ -8 ആണ്. -8 എന്നുള്ള E1 ആണ്, ഓഡല്ല. അപ്പൊ പറ്റില്ല. അപ്പൊ ഇതിൽ പറ്റുന്നത് 1 4 1 6 വരാം. പിന്നെ 2 4 പറ്റില്ല കാരണം 2 - 4 -2 അല്ലേ? 2 6 പറ്റില്ല. 2 9 പറ്റും അല്ലെ? 2 9 എടുത്താൽ -7. അതുപോലെ 3 3 4 3 6 വരാം. 5 4 5 6 5 9 പറ്റില്ല. അതിലെ എലമെന്റ്സ് റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. അപ്പോ ഇതിലെ എലമെന്റ്സ് വരുന്നത് നോക്കൂ. 1 4 1 6 ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ ഓർഡർ വരും. 2 9 വരും. 3 4 3 6 5 4 5 6 എന്നാണ് വരിക. ഇനി അനദർ എക്സാമ്പിൾ തന്നിട്ടുണ്ട് നോക്കൂ. ഫിഗർ 2.7 ഇതെല്ലാം ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആണോ നോക്കിയാൽ മതി. ഫിഗർ 2.7 ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സെറ്റ്സ് പി ആൻഡ് ക്യൂ. പി ക്യൂ രണ്ട് സെറ്റ് എന്ന റിലേഷൻ തന്നെ. റൈറ്റ് ദിസ് റിലേഷൻ ഇൻ സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ഇവിടെ ആരോ ഡയഗ്രാം തന്നത് അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം, റോസ്റ്റർ ഫോമിൽ എഴുതണം. വാട്ട് ഈസ് ഇസ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഇതിന്റെ ഡൊമൈനും റേഞ്ചും കാണും. അപ്പൊ നോക്കൂ,
പി എന്നുള്ള സെറ്റിൽ 5 6 7 ആണുള്ളത്, ക്യൂല് 3 4 5. അപ്പോൾ 5 3 ആണ് ഇതിലെ 6 4 7 5. ഇത് കോമൺ പ്രോപ്പർട്ടി എന്താ നോക്കണം, ഈ എലമെന്റ്സിനൊക്കെ ഉള്ള ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടോ, അതാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത് സെറ്റ് ബിൽഡർ ഫോം എഴുതും. അപ്പോൾ ഇതിലെ y x മൈനസ് 2 എന്നല്ല വരിക, ഇതിൽ നിന്ന് 2 കുറച്ച് ഇവിടെ കിട്ടില്ലേ, 6 മൈനസ് 2 4 7 മൈനസ് 2. അപ്പൊ എന്ത് വരും, y is equal to x മൈനസ് 2 എന്ന് എടുത്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, r is equal to set of all ordered pair xy such that y is equal to x minus 2. x element of p, y element of q എന്നുള്ള രീതിയിൽ എടുക്കാം. r is equal to set of all ordered pair xy such that y equal to x minus 2, x element of p, y element of q. ഇനി റോസ്റ്റർ ഫോം എഴുതുകയാണെങ്കിലോ, റോസ്റ്റർ ഫോം ആണെങ്കിൽ 5 3 6 4 പറഞ്ഞോളൂ 7 5. ഓക്കെ, 5 3 6 4 7. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 5 6 7 തന്നെയാണ് അല്ലെ. റേഞ്ച് 3 4 5 എന്നും വരും. ഡൊമൈൻ 5 6 7 പി എന്നും വരും. റേഞ്ച് 3 4 5 ക്യൂ എന്നുള്ള സെറ്റാണ് വരുന്നത്. Another example, A is equal to set 1 2 3 4 6. Let R be the relation on A defined by set of all A B such that A comma B element of A and the relation on A എന്നാണ് A to A എന്നാണ്. B is exactly divisible by A. B നെ എന്ത് വേണം, A കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. B is exactly divisible by A. B എന്നുള്ള എലമെന്റിനെ A കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞാല് A എന്തായിരിക്കണം, രണ്ടാമത്തതിന്റെ ഘടകമാണ്, ഫാക്ടറാണ്. A is the factor of B. അങ്ങനെ ഏതൊക്കെ എലമെന്റ്സ് വരും എന്നുള്ള ചോദിച്ചു. റൈറ്റ് R in roster form, find the domain and range of R. റോസ്റ്റർ ഫോമിൽ എഴുതണം. ഇപ്പൊ നോക്ക് ഏതൊക്കെ വരും നോക്ക്. 1 1 വരാം, കാരണം 1 1 2 വരാം, 1 3 1 4 1 6, കാരണം അതിനെല്ലാം 1 കൊണ്ട് ഇതിനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 1 1 1 2 1 3 1 4 1 6 വരാം. പിന്നെ 2 1 പറ്റുമോ, 2 1 പറ്റില്ല, കാരണം എന്താ, 2 കൊണ്ട് 1 നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. 2 2 വരാം, കാരണം എന്താ, 2 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 3 പറ്റുമോ, 2 3 പറ്റില്ല. 2 4 വരാം, 2 6 വരാം. ആ രീതിയിലാണ് എലമെന്റ്സ് വരും അല്ലേ. 1 1 1 2 1 3 1 4 1 6. പിന്നെ 2 2 വരാം, 2 4 വരാം, പിന്നെ 2 6 വരാം. പിന്നെ 3 കൊണ്ടോ, 3 1 പറ്റില്ല, 3 2 പറ്റില്ല, 3 3 വരാം, പിന്നെ 3 6 വരാം, 3 3 വരാം, 3 6 അല്ലേ. 2 6 എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞു. പിന്നെ 3 3 വരാം, 3 6 വരാം. പിന്നെ 4 4 4 പറ്റുള്ളൂ, കാരണം 4 കൊണ്ട് ഡിവൈഡ് 4 ഡിവൈഡ് ചെയ്യാൻ 6 6 വരാം. 6 കൊണ്ട് ഈ നമ്പറിനൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 6 മാത്രം. അപ്പൊ 6 6 അല്ലേ. 1 1 1 കൊണ്ട് 1 ഡിവൈഡ് ചെയ്യാം. ഇവിടെയും 1 2 1 3 1 4 1 6 ഇതെല്ലാം ഈ രണ്ടാമത് വരുന്ന എലമെന്റിന്റെ ഘടകമാണ്. 1 എല്ലാ എലമെന്റിന്റെയും ഘടകമാണല്ലോ. അതുപോലെ 2 2 2 4 വരാം, 2 6 വരാം. 2 ഈ 3 വരുന്നു. 3 3 വരാം, 3 6 4 4 4 6. അപ്പൊ ഇതിലെ ഡൊമൈൻ എന്ന് പറയുന്നത് വരിക, ഡൊമൈൻ 1 2 3 4 6 വരും. റേഞ്ചും അത് തന്നെയാണ്, 1 2 3 4 6 തന്നെയാണ്. Determine the domain and range of the relation R defined by R is equal to set of all x, x plus 5. X element of 0 1 2 3 4 5. ഇതിൽ എക്സിന്റെ വില തന്നിട്ടുണ്ട്. എക്സിന് 0 മുതൽ 5 വരെ കൊടുക്കാം. അപ്പൊ x പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്ത് വരും, എക്സ് 0 ആകുമ്പോൾ 5 ആയി. 1 ആകുമ്പോഴോ, 1 ആകുമ്പോൾ 6 എന്ന് വരും. 2 ആകുമ്പോൾ 7 അല്ലെ. 2 പ്ലസ് 5 വരും. അങ്ങനെ നമുക്ക് എലമെന്റ്സ് കിട്ടും. അപ്പൊ 6 എലമെന്റ്സ് വരും നമുക്ക്. 0 5, പിന്നെ 1 6 2 7 3 8 4 9 5 10. ഡൊമൈൻ 0 to 5 വരും, റേഞ്ച് 5 to 10 ആണ് വരും. ഇവിടെ എക്സിന്റെ വില മാത്രമാണ് ഈ സെറ്റിൽ തന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ എലമെന്റ് എന്ത് വരാം, അതിനനുസരിച്ച് നമുക്ക് ഉള്ള വാല്യൂ എടുക്കാൻ പറ്റും. Write the relation R in roster form. R is equal to set of all x, x cube ordered by x cube ആണ്. X is a prime number less than 10. X is a prime number less than 10. 10ൽ താഴെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10ൽ താഴെ പ്രൈം നമ്പേഴ്സ് ഒന്ന് 2 ആണ്, 3 വരാം, പിന്നെ 2 3
5 7 4 പ്രൈം നമ്പേഴ്സ് ആണല്ലോ 10 താഴെ ലെസ് ദാൻ 10 2 3 5 അപ്പൊ ഇവിടെ 2 2 ക്യൂബ് വരും 3 3 ക്യൂബ് പിന്നെ 5 5 ക്യൂബ് 7 7 ക്യൂബ് 4 അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് വരുന്നത് 2 2 ക്യൂബ് പറഞ്ഞാൽ 8 അല്ലേ അപ്പൊ 2 8 വരും 3 3 ക്യൂബ് 327 5 125 5 5 ക്യൂബ് 7 7 ക്യൂബ് എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ 49 ആണ് 49 ഇൻറ്റു 7 343 ഇതാണ് അതിൽ വരുന്ന എലമെന്റ്സ്. അനദർ എക്സാമ്പിൾ എ is equal to set x y z b is equal to set 1 2 ഫൈൻഡ് ദി നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രോം എ ടു ബി എന്ന് ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം. ഇവിടെ നമ്മൾ നേരത്തെ എ ക്രോസ് ബിയിൽ 6 എലമെന്റ്സ് ഉണ്ടാവില്ലേ എ ക്രോസ് ബി എന്നുള്ള സെറ്റിൽ ഇതിൽ 3 2 അല്ലേ 6 എലമെന്റ്സ് അപ്പൊ 2 6 എന്നാണ് വരിക ആൻസർ അല്ലേ. അപ്പൊ നമുക്ക് അത് എൻ ഓഫ് എ 3 എന്ന് കിട്ടി എൻ ഓഫ് ബി 2 എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ 3 into 2 6 ആയി. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും 2 6 എന്നാണ് വരിക അല്ലെ. ദി നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി 2 6 ദാറ്റ് ഈസ് 64 എന്നാണ് 64 ആണ്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ഇനി ലാസ്റ്റ് ഒരു 9ാമൊരു കണക്കൂടെ ഉണ്ട്. ലെറ്റ് ആർ ബി ദി റിലേഷൻ ഓൺ സെഡ് ഡിഫൈൻഡ് ബൈ R is equal to set of all ordered pair AB such that A comma B element of Z comma A minus B is an integer. ഇപ്പൊ എയും ബിയും സെഡിലെ എലമെന്റ്സ് സെഡ് ആണ് ഇന്റിജേഴ്സ് അല്ലേ എയും ബിയും ഇന്റിജർ ആണ്. ഇപ്പൊ എ മൈനസ് ബി എന്തായിരിക്കും എ മൈനസ് ബി ഇന്റിജർ ആയിരിക്കും ഏത് എലമെന്റ് എടുത്താലും അല്ലേ. എയും ബിയും ഇന്റിജർ ആണെങ്കിൽ എ മൈനസ് ബി എന്നുള്ളത് ഇന്റിജർ ആയിരിക്കും നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷനിൽ നമുക്ക് ഏത് വരും സെഡ് ക്രോസ് സെഡിലെ അല്ലെ റിലേഷൻ ഓൺ സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ക്രോസ് സെഡിലെ സബ്സെറ്റുകൾ വരിക എല്ലാ എലമെന്റ്സും ഇതിൽ വരും അല്ലെ. സോ ദിസ് റിലേഷൻ കണ്ടെയ്ൻ ആൾ ദി എലമെന്റ്സ് ഓഫ് സെഡ് ക്രോസ് സെഡ്. കാരണം എന്താ ഏത് എലമെന്റ് എടുത്താലും അതിന്റെ ഡിഫറൻസ് ഒരു ഇന്റിജർ ആയിരിക്കും അല്ലെ. ഫൈൻഡ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ആർ. ഈ റിലേഷന്റെ ഡൊമൈനും റേഞ്ചും കാണാനാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ആർ കണ്ടെയ്ൻസ് ആൾ ദി എലമെന്റ്സ് ഓഫ് സെഡ് ക്രോസ് സെഡ്. സെഡ് ക്രോസ് സെഡിലെ എല്ലാ എലമെന്റ്സും ഈ സെറ്റിൽ ഉണ്ടാവും. അപ്പൊ ഡൊമൈൻ സെഡ് തന്നെയാണ് വരിക റേഞ്ചും സെഡ് തന്നെയാണ്. ഡൊമൈൻ ഈസ് ഈക്വൽ ടു സെഡ് റേഞ്ച് ഈക്വൽ ടു സെഡ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഉള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കണക്കുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിലെ പാർട്ട് 2 എന്ന് പറഞ്ഞാൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അതിൽ ഫസ്റ്റ് എലമെന്റിനെ ഡൊമൈൻ എന്നും സെക്കൻഡ് എലമെന്റ് സെറ്റിനെ റേഞ്ച് എന്നും പറയും. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. അതിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക്സ്.